ഒരു ദുരൂഹമായ കഥയാണ്. കഥയല്ല, വാർത്ത. ഒരു വലിയ പണക്കാരുടെ പട്ടിക ഉണ്ടാക്കി. പട്ടികയിൽ 11ാം സ്ഥാനമുണ്ട്. പക്ഷെ ആളെ ആരും കണ്ടിട്ടില്ല. ആളാരാണെന്നറിയില്ല. അങ്ങനൊരു വാർത്ത പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാവില്ല. നമുക്കിന്ന് അത് പങ്കുവയ്ക്കാം. ആളുടെ പേര് അറിയാം, സഗോഷി നകാമോട്ടോ. ജാപ്പനീസ് പേരാണ്. പക്ഷേ ജപ്പാനിൽ ഇങ്ങനെ ഒരാളുള്ളതായിട്ട് ജപ്പാൻകാർക്കും അറിയില്ല. അപ്പൊ ഇത് ഒരാളാണോ ഒരു സംഘമാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. കാരണം ഇത് ബിറ്റ്കോയിൻ്റെ സ്ഥാപകൻ, ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞ പ്രസ്ഥാനം തുടങ്ങി വെച്ച ആളാണ് ഇത്. ബിറ്റ്കോയിൻ അങ്ങനെയാണല്ലോ, കാശാണ്, പക്ഷെ കാശ് കാണാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല. അതെ. അപ്പൊ ഈ സകോഷി നകാമോട്ടോയുടെ ബിറ്റ്കോയിൻ ആകട്ടെ ഇതുവരെ ഒരു ട്രാൻസാക്ട് ചെയ്തിട്ടേ ഇല്ല. എത്രയാണോ ഉണ്ടായിരുന്നത് അതിൻ്റെ മൂല്യം ഇങ്ങനെ കൂടി വന്നിട്ട് ആണ് ഇപ്പൊ 11ാമത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ. 1.096 മില്യൺ ബിറ്റ്കോയിനുകളാണ്. ഒരു അപ്പോൾ 129 ബില്യൺ ഡോളറിന് സമമാണത് ഇന്നത്തെ ബിറ്റ്കോയിൻ്റെ വിലയ്ക്ക്. കാരണം ബിറ്റ്കോയിൻ ഇപ്പോൾ ഒരു ബിറ്റ്കോയിൻ $1,20,000 കടന്നു. അപ്പോൾ ഉള്ള കണക്കാണ്. 129 ബില്യൺ അത് വരും എന്ന് പറഞ്ഞാൽ 11.09 ലക്ഷം കോടി രൂപ. 11.09 ലക്ഷം കോടി രൂപ ഇയാൾക്ക് ആസ്തിയുണ്ട്. ഈ സകോഷി ഇയാൾക്കെന്ന് പറയാൻ പറ്റില്ല, ഇയാളാണോന്ന് അറിയില്ല, അതറിയില്ല. അപ്പോൾ കോയിൻ ടെലഗ്രാഫാണ് ഈ വിവരം ബ്ലോക്ക് ചെയിൻ ഫേം അർക്കാം അതിനെ ഉദ്ധരിച്ചിട്ടാണ്, അർക്കാം എന്ന് പറഞ്ഞ ബ്ലോക്ക് ചെയിൻ കമ്പനിയെ ഉദ്ധരിച്ചിട്ടാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കോയിൻ ടെലഗ്രാഫ് എന്താണെന്ന് വെച്ചാൽ, ഈ ഫോബ്സ് ഇറക്കുന്ന ലോക ധനികരുടെ പട്ടിക ഉണ്ടല്ലോ, ബിറ്റ്കോയിനുമായി ബന്ധപ്പെട്ടതല്ലത്, അല്ലാത്ത ധനികര, അതിൽ ബിറ്റ്കോയിൻ ചേർക്കാറില്ല. അതുകൊണ്ടാണ് ഇത് കോയിൻ ടെലഗ്രാഫ് ഈ മൊത്തം മൂല്യം വെച്ചിട്ട് ഇതിപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇത് ടെക് ഭീമൻ ഡെൽ ടെക്നോളജീസ് ഇല്ലേ, നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ ഡെൽ എന്ന് കാണില്ലേ, ഡെൽ ടെക്നോളജീസിൻ്റെ CEO മൈക്കിൾ ഡെല്ലിനെ വെട്ടിച്ചാണ് ഇപ്പോൾ 11ാം സ്ഥാനത്ത് സകോഷി നകാമോട്ടോ വന്നിരിക്കുന്നത്. ഡെൽ ടെക്നോളജീസിൻ്റെ CEO മൈക്കിൾ ഡെല്ലിന് 125.1 ബില്യൺ ഡോളറാണ്. ഇത് 129 വന്നല്ലോ. അപ്പോൾ ഡെല്ലിൻ്റെ ഉടമസ്ഥനെ വെട്ടിച്ച് സകോഷി നകാമോട്ടോ വന്നിരിക്കുന്നു 11ാം സ്ഥാനത്ത്. ഫോബ്സിൻ്റെ ശതകോടീശ്വര പട്ടികയിൽ ബിറ്റ്കോയിന് സ്ഥാനമില്ല. അതിൽ ക്രിപ്റ്റോ വാലറ്റുകൾ ഉൾപ്പെടുത്താറില്ല അവർ. അപ്പോൾ ഈ സകോഷി നകാമോട്ടോ ബിറ്റ്കോയിൻ വേറെങ്ങും നീക്കി വേറെ കച്ചവടത്തിനൊന്നും ഇറങ്ങിയിട്ടുമില്ല. അങ്ങനെ ഒരു ധനികനാവാനുള്ള ഉദ്ദേശം പുള്ളിക്കില്ല. ബിറ്റ്കോയിൻ്റെ വാർഷിക വളർച്ച 50% എന്നുള്ള നിലയ്ക്ക്, ഇപ്പോഴത്തെ നിലയ്ക്ക് തുടർന്നു കഴിഞ്ഞാൽ ഈ നകാമോട്ടോ 2020 അവസാനമാകുമ്പോൾ, 2026 അവസാനമാകുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ധനികരായിരിക്കും, നമ്പർ 1 അടുത്ത കൊല്ലം അവസാനമാകുമ്പോൾ എന്ന് ബ്ലൂംബെർഗ് പറയുന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ് ഓൺലൈനും മാധ്യമവുമാണ്. അപ്പോഴാണ് പ്രശ്നം, ഇങ്ങനെ ഒരാളുണ്ടോ. അപ്പോൾ ഈ വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ ചില ആളുകൾ ഓൺലൈനിൽ പറയുന്നുണ്ട്. ഒരാൾ പറഞ്ഞു, ഇതെൻ്റെ മുത്തശ്ശിയാണിത്, ഈയിടെയായിട്ട് മുത്തശ്ശി ഒറ്റയ്ക്കാണ്, അത് ആരെയും കാണാറൊന്നുമില്ല, ഒരാൾ അങ്ങനെ പറയുന്നു. അപ്പോൾ ഒന്നും മാർക്ക് ചെയ്യാത്ത ധനികനാണ് ഇയാൾ എന്ന് വേറൊരാൾ പറഞ്ഞിരിക്കുന്നു. അതായത് ഒന്നും മാർക്കറ്റ് ചെയ്യാത്ത, വിപണിയിൽ ഒരു ഇടപെടലും നടത്താതെ ധനികനായിരിക്കുന്ന ഒരാളാണ്. കച്ചവട താല്പര്യമൊന്നുമില്ല, അങ്ങനെ ധനികനായിരിക്കുന്ന ഒരാൾ. അപ്പം ഇതൊരാളോ ഒരു സംഘമോ എന്നുള്ള ചോദ്യമുണ്ട്. ഈ പേരിലൊരാൾ, സകോഷി നകാമോട്ടോ എന്നുള്ള പേരിലൊരാൾ 2008 ഇതിൻ്റെയൊക്കെ തുടക്കകാലത്ത്, ബിറ്റ്കോയിൻ്റെ തുടക്കകാലത്ത് ഒരു ധവളപത്രം ഇറക്കിയിരുന്നു. അപ്പോൾ ബിറ്റ്കോയിൻ വന്നിട്ടില്ല, ഒരു വൈറ്റ് പേപ്പർ ഇറങ്ങുന്നു.
അത് സാമ്പത്തിക പ്രതിസന്ധി കാലമാണ്. ആഗോള തലത്തിൽ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുള്ള കാലം 2008. അപ്പോൾ ആ ധവളപത്രത്തിൻ്റെ പേര് ബിറ്റ്കോയിൻ, എ പിയർ ടു പിയർ ഇലക്ട്രോണിക് ക്യാഷ് സിസ്റ്റം. ഈ സിസ്റ്റം എന്താണ് എന്ന് പറയുന്ന ഒരു പ്രബന്ധം എന്ന് നമുക്ക് കൂട്ടാം. അങ്ങനെ 2010 ക്രിപ്റ്റോ കറൻസി ഉണ്ടാകുന്നത്. അപ്പോൾ ആ ക്രിപ്റ്റോ കറൻസി ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട സംഭാവനയാണ് ഈ പ്രബന്ധം. ആ പ്രബന്ധം എഴുതിയ ആളാണ് സകോഷി നകാമോട്ടോ. അപ്പോഴും അതാരാന്നറിയില്ല. ആദ്യത്തെ ബിറ്റ്കോയിൻ 2009 വരുന്നത്. 2010 അത് സമൂഹത്തിന് മൊത്തത്തിൽ വിട്ടുകൊടുക്കുകയാണ്, ഇൻവെസ്റ്റ് ചെയ്യാനും എല്ലാം. അപ്പോൾ 2009 ബിറ്റ്കോയിൻ ആദ്യമായിട്ട് ഉണ്ടാകുന്നതും ഈ നകാമോട്ടോയ്ക്കാണ്. കൊണ്ടുവരുന്നത് അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹം എന്ന് പറയരുത്, ഉറപ്പില്ല സ്ത്രീയാണോ അതോ ഒരു ഓർഗനൈസേഷൻ ആണോ എന്ന് അറിയില്ല. അപ്പോൾ ആദ്യം ഇതിൻ്റെ വാല്യൂ 0 ആയിരുന്നു. അതാണിപ്പോൾ $1,20,000 വന്നിരിക്കുന്നത്. 2010 ഡിസംബർ വരെ ഈ നകാമോട്ടോ ആക്റ്റീവ് ആയിരുന്നു. അത് കഴിഞ്ഞ് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ജപ്പാൻകാരനാണെന്ന് പറയുന്നവരുണ്ട്. അമേരിക്കയിലെയോ യൂറോപ്പിലെയോ സോഫ്റ്റ്വെയർ ക്രിപ്റ്റോഗ്രഫി എക്സ്പെർട്ടായിരിക്കുന്ന ഒരാളായിരിക്കാം എന്ന് പറയുന്നുണ്ട്. 2010 മുതൽ ഈ വാലറ്റ് ഇയാളുടേത് ആരും തൊട്ടിട്ടില്ല. 1.1 മില്യൺ ബിറ്റ്കോയിനുകളാണ് ഇയാളുടെ അക്കൗണ്ടിലുള്ളത്. ഒരെണ്ണത്തിന് ഇപ്പോൾ $1,22,000 വെച്ച് ശരിക്കും $134 ബില്യൺ ഇതിന് മൂല്യം കാണും. 2007 പകുതിയിൽ ബിറ്റ്കോയിൻ കോഡ് ഈ സകാമോട്ടോ എഴുതാൻ തുടങ്ങിയിരുന്നു. ആ സമയത്ത് തന്നെ പലതും ഓൺലൈനിൽ വരുന്നുണ്ട് ബിറ്റ്കോയിനെ പറ്റി. 2008 ഓഗസ്റ്റ് 18 bitcoin.org തുടങ്ങുന്നത്, വെബ്സൈറ്റ് തുടങ്ങുന്നത് ബിറ്റ്കോയിൻ്റെ. ഒക്ടോബർ 31 ധവളപത്രവും വന്നു, ക്രിപ്റ്റോ കറൻസി എന്താണെന്ന് പറയുന്നത്. ആ സമയത്ത് ജപ്പാനിലെ 37 വയസ്സുള്ള ഒരാളാണ് എന്ന് പൊതുവെ ആളുകൾ കരുതിയിരുന്നു ഇത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ആ സമയത്ത് പ്രൊഫൈൽ പറഞ്ഞിരുന്നതിൽ ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് 1975 ഏപ്രിൽ 5 എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ 1975 ഏപ്രിൽ 5 എന്നുള്ളത് ചില ലോക സംഭവങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കോഡ് മാത്രമാണ് എന്നും ബുദ്ധിയുള്ളവർ പറയുന്നു. എല്ലാം ദുരൂഹമാണ്, ശരിക്കുള്ളൊരു ഡേറ്റ് ഓഫ് ബർത്ത് അല്ല. അപ്പോൾ ഇയാളുടെ ഇംഗ്ലീഷ് നോക്കിയിട്ട് ആ പ്രബന്ധത്തിലൊക്കെ ഉള്ളത് അതൊരു ജപ്പാൻകാരൻ്റെ ഇംഗ്ലീഷ് അല്ല എന്നാണ് ഭാഷാ വിദഗ്ധന്മാർ പറയുന്നത്. പക്ഷേ 1956 2014 കാലത്ത് ജീവിച്ചിരുന്ന ഹാൽ ഫാനി എന്നൊരാൾ ഈ ബിറ്റ്കോയിൻ്റെ ഒക്കെ തുടക്കകാലത്ത് അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചിരുന്നത്. 2014 മരിച്ചും പോയി. അയാൾ ബിറ്റ്കോയിനെ പറ്റിയൊക്കെ എഴുതിയിരുന്ന ഒരാൾ ഡോറിയൻ സതോഷി നകാമോട്ടോ എന്നൊരു ജപ്പാൻകാരൻ്റെ വീടിൻ്റെ അടുത്താണ് താമസിച്ചിരുന്നത്. അപ്പം നകാമോട്ടോ എന്ന് പറഞ്ഞൊരു ജപ്പാൻകാരൻ വീടിന് ഉണ്ടായിരുന്നു. അയാളുടെ വീടിൻ്റെ അടുത്ത് താമസിച്ചിരുന്ന ഒരാൾക്ക് ഹാൽ ഫാനിക്ക് ബിറ്റ്കോയിനുമായിട്ട് ബന്ധവും ഉണ്ടായിരുന്നു. പക്ഷെ അയാൾ 2014 മരിച്ചുപോയി. അപ്പോൾ ആ പേര് നകാമോട്ടോ എന്നുള്ള ഭാഗം മാത്രം ഒരാളെങ്കിൽ സ്വീകരിച്ചു. ഇനിയിപ്പോൾ ഈ ഹാൽ ഫാനി ആണോ മരിച്ചുപോയല്ലോ, അതുകൊണ്ടായിരിക്കാം പിന്നെ ട്രാൻസാക്ഷൻ ഒന്നും വരാത്തത്. അതാ അങ്ങനെയാണെങ്കിലും ദുരൂഹത. കാരണം അദ്ദേഹം ഈ ഹാൽ ഫാനി ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. എന്തായാലും ഇതൊരു സുഡോണിം ആണ് അല്ലേ, കള്ളപ്പേരാണ്. നഗോഷി കാണാത്ത പണമാണല്ലോ ബിറ്റ്കോയിൻ. കാണാത്ത പണത്തിന്റെ അദൃശ്യനായ ഉടമ. അതെ, അതാണ് അദ്ദേഹം. അടുത്ത കൊല്ലം അവസാനമാകുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ധനികനാവും. അപ്പോഴും കാണാനോ അറിയാനോ തൊടാനും സംസാരിക്കാനും പറ്റില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽബട്ടനും അമർത്തുക.